നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ വളരെ നന്നായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ ഉപയോഗങ്ങൾ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു മൾട്ടി പർപ്പസ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് തറ കഴുകാം, തറ നല്ല വൃത്തിയായിട്ട് കഴുകാൻ പറ്റും, പാത്രങ്ങൾ കഴുകാം, കൂടാതെ വാഹനങ്ങൾ കഴുകാനായിട്ടും ഉപയോഗിക്കാം. അതായത് 3 രീതിയിലുള്ള ഒരു ഉപയോഗം ഇതുകൊണ്ട് നടക്കും. സാധാരണ ഇപ്പോൾ വരുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് വരുന്നത്. തറ കഴുകാനുള്ളത് തറ മാത്രം കഴുകാം, പാത്രം കഴുകാനുള്ളത് പാത്രങ്ങൾ മാത്രം കഴുകുന്നതും, വാഹനങ്ങൾ കഴുകാൻ അതിനുവേണ്ടി പ്രത്യേകം വരുന്ന പ്രോഡക്റ്റുമാണ്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് 1 ബക്കറ്റ് വെള്ളത്തിൽ 30 മില്ലി ചേർത്താൽ മതിയാകും. നമ്മളൊരു കോൺസെൻട്രേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ആ ഒരു കോൺസെൻട്രേറ്റിന്റെ 30 മില്ലി 1 ബക്കറ്റ് വെള്ളത്തിൽ കലക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ അതിന് റോ മെറ്റീരിയൽസ് വേണ്ടി വരും, എത്ര അനുപാതത്തിൽ വേണ്ടി വരും, അത് എവിടെ കിട്ടും, നമുക്ക് നമ്മളുടെ വീട്ടിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. സാധാരണ എല്ലാവരും ചെയ്യുന്ന പരിപാടി ആദ്യത്തെ 4 ലൈൻ കേട്ട് കഴിയുമ്പോൾ താഴെ വന്ന് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പോകും. ഇതെവിടെ കിട്ടും, ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചിട്ട് പോകും. മുഴുവനായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ സംശയങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമസ്കാരം, ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. നിങ്ങൾ അതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ്ലി കൂട്ടി എടുക്കണം. ഇവിടെ ഏറ്റവും ആദ്യം വേണ്ടത് ആസിഡ് സ്ലറി ആണ്. അത് നമുക്ക് വേണ്ടത് 10 ഗ്രാം ആണ്. പിന്നെ വേണ്ടത് കാസ്റ്റിക് സോഡ വേണം, 1.5 കിലോഗ്രാം വേണം. പിന്നെ വേണ്ടത് യൂറിയ വേണം, 500 ഗ്രാം, അതായത് 1/2 കിലോ വേണം. പിന്നെ വേണ്ടത് വെള്ളമാണ്. നിങ്ങൾക്ക് ഇതിന്റെ കാഠിന്യം അനുസരിച്ച് അല്പസ്വല്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം, ജലത്തിന്റെ അളവ് മാത്രം. ഇനി ഇതെവിടെ കിട്ടും എന്ന് നോക്കാം. ഈ പറഞ്ഞ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങളുടെ ടൗണിൽ അവൈലബിൾ ആണ്. ഏത് ജില്ലയിലാണെങ്കിലും അവിടെ ഉള്ള മെയിൻ ടൗണിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ ഷോപ്പുകളുണ്ട്. സോപ്പ് പൊടി, സോപ്പിന്റെ കൂട്ട് ഒക്കെ കിട്ടുന്ന ബോർഡുകൾ എല്ലായിടത്തും കാണാം. അവിടെ അന്വേഷിച്ചാൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ പറഞ്ഞ സാധനങ്ങൾ എല്ലാം തന്നെ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിക്കണം. അത് അല്പം ടൈം എടുക്കുന്ന പരിപാടിയാണ്. അത് മൊത്തമായിട്ടും ലയിച്ചു കഴിയുമ്പോൾ ആസിഡ് സ്ലറി അല്പാൽപ്പം ഈ ലായനിയിലേക്ക് ചേർക്കുക. മുഴുവനും ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും നന്നായി ഇളക്കി അതിനുശേഷം ഇത് തണുക്കാൻ അനുവദിക്കുക. ഇപ്പോൾ തന്നെ ഈ ലായനി ചൂടായിട്ടുണ്ടാവാം. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദ്രാവകത്തിന്റെ അസിഡിറ്റി ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നോക്കണം. അതായത് ഈ ദ്രാവകത്തിന്റെ അമ്ലതയെ കുറിച്ചാണ് പറയുന്നത്. അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലത കുറവാണെങ്കിൽ ആസിഡ് സ്ലറിയും, ക്ഷാരാംശമാണ് കുറവെങ്കിൽ കാസ്റ്റിക് സോഡ ലായനിയും ചേർത്ത് ക്ഷാരമോ അമ്ലമോ അല്ലാത്ത അവസ്ഥയിൽ എത്തിക്കണം. ഈ ലിറ്റ്മസ് പേപ്പർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് സാധാരണ എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ അറിയാൻ പാടില്ലാത്തവർ കെമിക്കൽ ഷോപ്പിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് വേണ്ട പ്രോഡക്റ്റിന് ക്ഷാരവും കൂടാൻ പാടില്ല, അമ്ലവും കൂടാൻ പാടില്ല. ഈ ദ്രാവകം ഇതേ രീതിയിൽ എടുത്തതിന് ശേഷം ഇതിന്റെ നിറം തെളിഞ്ഞതല്ലെങ്കിൽ യൂറിയ കുറച്ചുകൂടെ അല്പാൽപ്പം ചേർത്ത് ഇളക്കണം. അങ്ങനെ തെളിഞ്ഞ നിറം വരും വരെ അത് ചെയ്യണം. ഗുണമേന്മ കുറഞ്ഞ ആസിഡ് സ്ലറി ഉപയോഗിച്ചാൽ തെളിഞ്ഞ നിറം ലഭിക്കില്ല. അതുകൊണ്ട് നല്ല ഗുണമേന്മയുള്ള ആസിഡ് സ്ലറി തന്നെ വാങ്ങണം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതിയാകും. പിന്നെ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് സ്ലറിയിലോ കാസ്റ്റിക് സോഡയിലോ യൂറിയയിലോ ഒക്കെ അളവിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, കാരണം അതിന്റെ ഗ്രേഡ് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ ഷോപ്പിൽ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ശേഷം ഈ ലായനി നമുക്ക് ബോട്ടിൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നമുക്കിത് മാർക്കറ്റ് ചെയ്യാം. ഇവിടെ ഇതിന്റെ ഒരു കൂട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൂട്ടുകൾ നിങ്ങൾക്ക് കെമിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കും. കൂടാതെ റെഡിമെയ്ഡ് പാക്കുകളും ലഭിക്കും. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്കത് വാങ്ങി ഉണ്ടാക്കാം. ഇതിന്റെ ബോട്ടിലും അവിടെ നിന്ന് ലഭിക്കും. ഇല്ലെങ്കിൽ അവർ പറഞ്ഞു തരും എവിടെ കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ 3 ഉപയോഗങ്ങളാണ്. ആ മൾട്ടി പർപ്പസ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റിക്കറിൽ കാണിച്ചിരിക്കണം. അതായത് തറ കഴുകാം, പാത്രങ്ങൾ കഴുകാം, വാഹനങ്ങൾ കഴുകാം. 3നും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്.
കാരണം ഇവിടെ കൈക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല, വാഹനങ്ങളുടെ കളറുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല, തറയിലെ സിമെന്റിന്, ഓടിന്, ടൈൽസിന് ഒന്നും പ്രശ്നമുണ്ടാകുന്നില്ല. ആ രീതിയിലാണ് ഇതിന്റെ കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി വിൽക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് രീതിയിലാണ് ഈ പ്രോഡക്റ്റ് പോകുന്നതെന്ന്. അയൽക്കൂട്ടങ്ങളിൽ കൂടെ കൂടുതൽ വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ ചുറ്റളവിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി അയൽക്കൂട്ടം പദ്ധതിക്കാര് ഈ മേഖല നശിപ്പിച്ചതാണ്. ഇപ്പോൾ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ കുറഞ്ഞു. അവർ വന്ന് കടച്ചാണി സാധനങ്ങളൊക്കെ ഇട്ട് ഒരുമാതിരിയാക്കി നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുത്ത് മാർക്കറ്റ് പിടിക്കണമെങ്കിൽ അല്പസ്വല്പം പണിയെടുക്കേണ്ടി വരും. അത് മാത്രമാണ് ഈ പ്രോഡക്റ്റിന്റെ ഒരു ന്യൂനത. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.